നോക്കാം. ഇക്കൈച്ചു പേജ് നമ്പർ 30. അത് നോക്കാം, പേജ് നമ്പർ 30. ഇതൊരു ഡയറിയാണ്. ഇനി ആ നീല അതിന്റെ മേലെ എഴുതികൾ നോക്കാം. ജിസ് ഗലിമേ മേ രഹ്താഹു എന്നതിന്റെ മേലെ എഴുതി ജസ്റ്റ് നോക്കാം. अब तक गठित घटनाओं या उससे संबंध रखने वाली घटनाओं का काल क्रमानुसार विवरण इतिहास होता है. ചരിത്രം എന്താന്നുള്ളത് പറയാണ്. അബ്തക്ക് ഇതുവരെ ഗഠിത് ഘടനാവും സംഭവിച്ചിട്ടുള്ള സംഭവങ്ങള്, ഇതുവരെ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളും യാ അല്ലെങ്കിൽ ഉസ്സെ സംബന്ധി രഖ്നെ വാലി അതുമായി ബന്ധം വെക്കുന്ന ഘടനാവും സംഭവങ്ങളെ കാലക്രമമനുസരിച്ച് വിവരൺ ഇതിഹാസത്തെ വിവരണമാണ് ചരിത്രം എന്നുള്ളത്. അപ്പൊ ഇതുവരെ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളുടെ ഒരു കാലക്രമമനുസരിച്ചുള്ള ഒരു വിവരണത്തെയാണ് നമ്മൾ എന്താ പറയാ ഇതിഹാസ് ചരിത്രമാകുന്നത്. बताए പറയാ हमारे देश की प्रमुख ऐतिहासिक घटनाएं, നമ്മുടെ ദേശത്തുള്ള പ്രമുഖ ചരിത്രപരമായിട്ടുള്ള ഘടന, ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് അല്ലെ, ചരിത്രപരമായ സംഭവങ്ങള് കോൺസിയ ഏതെല്ലാമാണ്. അപ്പൊ നമ്മുടെ എന്താണ് പറയാ ദേശത്തുള്ള പ്രമുഖമായിട്ടുള്ള ചരിത്രപരമായുള്ള ഓരോ സംഭവങ്ങളുണ്ട് അല്ലെ. ചരിത്രപരമായുള്ള ഓരോ സംഭവങ്ങൾ നമുക്കറിയാം. മലപ്പുറം കോട്ടക്കുന്നൊക്കെ ഒരു ചരിത്രപരമായ ഒരു കേന്ദ്രമാണ്, സ്ഥലമാണ് അല്ലെ. ഒരുപാടുണ്ട്. ജാലിയൻ വാലാബാഗ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഒരുപാട് അങ്ങനെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താ റൗലറ്റ് ആക്ടിന്റെ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉപ്പ് സത്യാഗ്രഹങ്ങളും ദണ്ഡയാത്രയും അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ മലബാർ കലാപങ്ങളും അല്ലെ. നമുക്കറിയാം 1921 വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ ഈ മലബാർ കലാപം. മലബാറിലെ റവല്യൂഷൻ മലബാർ എന്താ പറയാ കലാപം, വിപ്ലവം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള 1921 അപ്പൊ നമുക്ക് പറയാം കോട്ടക്കുന്ന്, മലപ്പുറം കോട്ടക്കുന്ന് അതിന് പ്രധാനമാണ് അല്ലെ. നമുക്കറിയാം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാര് വെടിവെക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ എന്റെ കണ്ണ് കെട്ടണ്ട, നിങ്ങൾ എന്റെ കൈകൾ പിന്നിലോട്ട് കെട്ടണ്ട. സാധാരണ ഇവര് അതാ ചെയ്യല്, കണ്ണ് കെട്ടുക, കൈ പിന്നിൽ കെട്ടിട്ട് പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലലാണ് സാധാരണ ഉണ്ടാവാറ്, അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട്. പക്ഷെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞെന്താ? ബ്രിട്ടീഷുകാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്റെ കൈ കെട്ടണ്ട, നിങ്ങൾ എന്റെ കണ്ണും കെട്ടണ്ട, മനസ്സിലായോ? നിങ്ങൾ എന്റെ നെഞ്ചത്തേക്ക് വെടിവെക്കാം, അതെനിക്ക് കാണണം എന്നാ പറഞ്ഞത്. കണ്ടോ, അത്രയും ധീരനായിരുന്നു ആര്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇംഗ്ലീഷുകാർക്കെതിരെ സ്വന്തം ദേശത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിയായ ഒരു മഹാവ്യക്തിത്വമാണ് ആര്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അല്ലെ. അതുപോലെ ഒരുപാട് ആളുകള് ഇതുപോലെ ഷഹീദായിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടി? സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മളുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മുടെ ദേശത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്നുള്ളതാണ് അല്ലെ. നമ്മളെ രാഷ്ട്രത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ജനിച്ച മണ്ണാണിത്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തെ, നമ്മുടെ ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കാരണം അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പൊ ശത്രുക്കള് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങള് ഇന്ത്യയെ ആക്രമിക്കാമെന്നാൽ അവർക്കെതിരെ പോരാടണം എന്നുള്ളതിനാണ്. അങ്ങനെ അതാണ് 1920 ആലി മുസ്ലിയാര് അല്ലെ, മമ്പുറം തങ്ങള്, ഇവരൊക്കെ എന്താണ് ഇതില് ഭാഗവര ആളുകളാണ്. ഈ ആലി മുസ്ലിയാരൊക്കെ എന്ന് പറഞ്ഞാൽ അയാളൊരു കേവലം ഒരു മുസ്ലിയാർ മാത്രമല്ല, അവരെന്താണ് ഒരു യോദ്ധാവും കൂടി ആയിരുന്നു. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളായിരുന്നു. മനസ്സിലാ? ഇങ്ങനെ അനീതികൾ കാണുമ്പോ അവർക്കെതിരെ പോരാടിയ ഒരേ ഒരു വ്യക്തി അല്ല, ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിട്ട് പറഞ്ഞത് നമ്മള് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. വാഗൺ ട്രാജഡി അല്ലെ. അതുപോലെ തന്നെ തിരൂരിൽ നിന്ന് പോത്തന്നൂരിലേക്ക് ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോവുകയാണ് അല്ലെ. ആളുകളെ ഒരു ഗൂഡ്സിലാണ് കൊണ്ടുപോയത് അല്ലെ. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണേ?
ഈ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ട്. കാരണം ആ ഡോറും ഇതൊന്നിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതിൽ കൊള്ളാവുന്നതിൽ അപ്പുറം ആളുകളെ കുത്തി നിറച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ശ്വാസം കിട്ടാതെ ഒരുപാട് ആളുകൾ മരിച്ചു. അങ്ങനെ ഒരുപാട് ആളുകള് സ്വന്തം ദേശത്തിന് വേണ്ടി രക്തസാക്ഷികളായിരുന്നു. അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലെ? അല്ലാതെ ചരിത്രം വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ മാറ്റി എഴുതുന്നവരെയല്ല നമ്മൾ ഓർക്കേണ്ടത്. ചരിത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരെ. കപ്പട മതേതരത്വ അല്ലെങ്കിൽ കപ്പട ദേശസ്നേഹമല്ല, കപ്പട ദേശസ്നേഹമല്ല, ഒറിജിനൽ ദേശസ്നേഹം. അത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വേണം. കാരണം നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കണം. മനസ്സിലായോ? അത് നമ്മുടെ ശരിക്കും നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഹമേ ദേശ് കി പ്രമുഖ ഐതിഹാസിക നയം, പ്രമുഖമായ ചരിത്രപരമായ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഏതെല്ലാമാണ്? ഒരുപാടുണ്ടല്ലോ. അപ്പൊ നോക്കാം. ഇനി നമ്മള് പാഠത്തിലേക്ക് കിടക്കാം. ഹെഡിങ് ഒക്കെ എഴുതിക്കോ, എന്നിട്ട് മീനിങ് എഴുതാൻ റെഡി ചെയ്യുന്നോ. ഇന്ന് ഞാൻ ഇപ്പൊ മീനിങ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും മീനിങ് ചോദിക്കേണ്ടതാണ്. ഏതായാലും ഇന്ന് ഞാൻ ലാസ്റ്റ് ഇതിൽ പറയേണ്ട കുറച്ച് ഗ്രാമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം, ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ. ജിസ് ഗലി മേം രഹത്താ ഹൂം. ഗലി മീൻസ് സ്ട്രീറ്റ്. അറിയാത്ത രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. ഗലി എന്നുള്ളത് നമ്മള് TV എന്നുള്ള പടുകഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗലി അല്ലെ? തെരുവ്, സ്ട്രീറ്റ്, തെരുവ്. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. अंग्रेज എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അല്ലെ? ഇംഗ്ലീഷുകാര്, अंग्रेज. दिल्ली में आते ही सीधे साधे ना इनसेंट, നിരപരാധി, നിഷ്കളങ്കര്. सीधे साधे इनसेंस. നിരപരാധി അല്ലെങ്കിൽ നിഷ്കളങ്കര്. മാർന ശുരു കർ ദിയ. മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുക, ടു കിൽ എന്നുള്ള അർത്ഥം. മാർന. അടിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, അടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം കൊല്ല, മാർന. उन्होंने गरीबों के घर भी जला दिया. गरीब എന്ന് പറഞ്ഞാൽ പുവർ, പാവപ്പെട്ട. ഗരീബ് പാവപ്പെട്ട. उन्होंने गरीबों के घर भी जला दिया. जलाना टू बर्न, जलाना टू बर्न, जलाना टू बर्न. ഗോരം കെ ഡർ സെ. ഗോര എന്ന് പറഞ്ഞാലും അതിന്റെ ബ്രിട്ടീഷുകാരൻ, വെള്ളക്കാരൻ കേട്ടോ, വൈറ്റ്. ഗോര വെള്ളക്കാർ. गौरव के डर से दिल्ली वालों में पगदड़, पगदड़ എന്ന സ്റ്റാമ്പേഡ്, സ്റ്റാമ്പേഡ് പേടിച്ചോടുക. ബഗ്ദഡ്, സ്റ്റാമ്പേഡ്. ജലാന ടു ബേൺ, കത്തിക്ക. ജലാന ടു ബേൺ, കത്തിക്കുക. ജലാന ടു ബേൺ, കത്തിക്കുക. ഗോരം എന്ന് പറഞ്ഞ വെള്ളക്കാര്, വെളുത്ത ആളുകള്, വൈറ്റ്.
ബഗ്ദഡ് എന്ന് പറഞ്ഞാല് സ്റ്റാമ്പേഡ് എന്ന് ഇംഗ്ലീഷ്, എന്റെ മലയാളം പേടിച്ചോടുക, പേടിച്ചോടുക. ഡർ എന്ന് പറഞ്ഞാൽ പേടി, ഫിയർ ഭയം. ഡർ എന്ന് പറഞ്ഞാൽ ഭയം, ഡർ ഭയം, ഫിയർ. गौरव के डर से दिल्ली वालों में भगदड़ मच गई. भगदड़ मचना എന്നാണ് സ്റ്റാമ്പേഡ്, പേടിച്ചോടുക എന്നർത്ഥം. ദില്ലി വാല എന്നാ ഡൽഹിക്കാർ എന്നർത്ഥമുള്ളൂ. ആരാണ് ഡൽഹിയിൽ താമസിക്കുന്ന അവര്. ഇവിടെ ഉണ്ട് ഡൽഹി, ഡൽഹിയിലുള്ളവരെന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ, ഡൽഹിക്കാർ ആണ് ദില്ലി വാല എന്നുള്ളത്. अपनी अपनी जान बचाकर, जान मीन्स लाइफ, जीवन, जान जीवन. अपनी अपनी जान बचाकर, बचाना टू सेव, രക്ഷപ്പെടുത്തുക, बचाना टू सेव. രക്ഷപ്പെടുത്തുക. बचाना टू सेव. जान बचाकर वे भाग निकले. भागना टू रन, भागना टू रन. जिस गली में मैं रहता हूं उसमें सिर्फ 10-12 घर थे. गली में घुसना, घुसना टू एंटर, घुसना टू एंटर. घुसना टू एंटर. പ്രവേശിക്കുക എന്നർത്ഥം. ഉസ്മേ എന്ന് പറഞ്ഞാൽ അതിൽ, ഇനിച്ച്. ഉസ്മേ എന്ന് പറഞ്ഞാൽ അതിൽ എന്നുള്ള അർത്ഥം കേട്ടോ. ഇൻ ദിസ്, ഇൻ ഇച്ച് എന്നൊക്കെ അർത്ഥം. ഗുസ്ന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. സിർഫ്, സിർഫ് എന്ന് പറഞ്ഞാല് ഒൺലി. സിർഫ് പറഞ്ഞാൽ ഒൺലി, കേവലം അല്ലെങ്കിൽ മാത്രം, സിർഫ്. ഭാഗിനിക്കൽ എന്ന ഒറ്റ വാക്കാണ്, പുറപ്പെടുക, ഓടുക എന്നുള്ളത്. ഭാഗിനിക്കലിന ഓടിപ്പോവുക എന്നുള്ളത്. ഗുസ്ന രണ്ടാമത്തെ പാരഗ്രാഫാണ് പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ്, പേജ് നമ്പർ 30, രണ്ടാമത്തെ പാരഗ്രാഫില് രണ്ടാമത്തെ വരി, സെക്കൻഡ് ലൈൻ. ഗലീമെ ഗുസ്നെ കാ സിർഫ്, സിർഫ് മീൻസ് ഒൺലി അല്ലെങ്കിൽ കേവലം, മാത്രം എന്നൊക്കെ അർത്ഥം. ഗുസ്ന പറഞ്ഞ എൻറ്റർ, പ്രവേശിക്കുക. പ്രവേശിക്കുക, മലയാളത്തിൽ പ്രവേശിക്കുക. 10-12 എന്നാണ്. 10-12 എന്ന് പറഞ്ഞാൽ 10-12, 10 and 12. വഹാം കോയി കുവാം നെയ്ത്ത. കുവാം എന്ന് പറഞ്ഞാൽ വെല്ല്, കിണറ്. കുആം, വെൽ, കിണറ്. പ്രധാനമായ അർത്ഥങ്ങളൊക്കെ എഴുതാൻ വയ്യും. ചെറിയ വാക്കിന്റെ അർത്ഥം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ വയ്യും. അപ്പിനി അപ്പിനി പറഞ്ഞാൽ അവരവരുടെ എന്നർത്ഥം, ഓരോരുത്തരുടെയും തന്റെ എന്നുള്ള അർത്ഥം, സ്വയം എന്നുള്ളതില് വരണ്ടാണ് അപ്പിനി അപ്പിനി. ഓരോരുത്തരും അവരവരുടെ, ഈച്ച് വൺ. അതൊന്നും എഴുതിയേക്കേണ്ട ആവശ്യമില്ല. അപ്പിനി, അപ്പിനെ, അപ്പിനെ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു എടുക്കുമ്പോ, ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞുതരാം. രാസ്ത എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വഴി,
വേ എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ രാസ്ത. വഹാം കോയി കുആം എഴുത്ത കുആം ഏതൊക്കെ കുആം എന്ന് പറഞ്ഞാൽ വെല്ല് വെൽ ഇംഗ്ലീഷിൽ വെൽ എന്ന് പറയും കിണർ. കുആം കിണർ. जो लोग भाग नहीं पाए उन सभी ने मिलकर गली का दरवाजा भीतर से बंद कर दिया. दरवाजा वादिले ആറാമത്തെ വരി ദർവാസ നിങ്ങൾ കൂടെ ഇങ്ങനെ നോക്കണം, ടെസ്റ്റിൽ നോക്കണം. ദർവാസ എന്ന് പറഞ്ഞ ഡോറ്, വാതില്. ഭീത്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഭീത്തർ ഉള്ളിൽ, ഇൻസൈഡ്. ദർവാസാന കവാടം എന്ന് പറയാം, വാതിൽ എന്നൊക്കെ പറയാം. ഭീത്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൻസൈഡ്. ഭാഗ് നേരത്തെ നമ്മൾ പറയില്ലേ ഓടുക, ഭാഗ് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഓടുക. ദർവാസ ഭീത്തർ സെ പിന്നെന്താ പായ എന്നുള്ള, പായ പറഞ്ഞാൽ സാധിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ, സാധിക്കുക എന്നുള്ളതാണ്. ടു ഏബിൾ എന്നുള്ള അർത്ഥം, പാന കിട്ടുക എന്നുള്ള അർത്ഥമുണ്ട്, ടു ഗെറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം സാധിക്കുന്നതായിരിക്കും. നോക്കാം. ഭീത്തർ സെ ബന്ദ് കർ ദിയ, ബന്ദ് കർണ ടു ക്ലോസ്, അടക്കുക. ബന്ദ് കർണ അടക്കുക. രാസ്ത വഴിയാണ്, രാസ്ത വഴി. ബന്ദ് കർണ അടക്കുക. और वहां पत्थर रख दिया. പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്, സ്റ്റോണ്, വലിയ കല്ല്, ബിഗ് സ്റ്റോൺ. അല്ലെങ്കിൽ പാറക്കല്ല്, റോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പാറ. ഇവിടെ നിങ്ങള് ശരിക്കും പത്തറിന്റെ അർത്ഥം കല്ല് എന്നാണ്. പത്തർ കല്ല്, സ്റ്റോൺ, വലിയ കല്ല്, ബിഗ് സ്റ്റോൺ. और वहां पत्थर रख दिया. രഖ് ദിയ ടു പുട്ട് എന്നാണ്, വെക്കുക എന്നാണ്. രഖ്ന എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. രഖ്ന എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ് അർത്ഥം കേട്ടോ. രഖ് ദിയ പറഞ്ഞാൽ വെച്ചു എന്നുള്ള അർത്ഥം. രഖ് ദിയ വെച്ചു. അടുത്ത പാരഗ്രാഫ്, ഇനി മൂന്നാമത്തെ പാരഗ്രാഫാണ് എടുക്കാള്. നോക്കാം മൂന്നാമത്തെ പാരഗ്രാഫ്. घरों में खाने पीने का जितना सामान था, खाना पीना എന്ന് പറഞ്ഞാൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. ഖാന പീന, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, തിന്നലും കുടിക്കലും. ഖാന പീന, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, തീറ്റും കുടിയും. खाना पीने का जितना सामान था, सामान എന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ തിങ്സ്. സ്റ്റോണിന്റെ ഹിന്ദി പത്തർ, സ്റ്റോണിന്റെ ഹിന്ദി പത്തർ. ഈ വൈകി വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്നാണ്ട് അർത്ഥം എഴുതിയാൻ കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ ഇവിടുന്നുള്ള അർത്ഥം എഴുതി വരും. ബാക്കി നമ്മൾ അർത്ഥം വെക്കുമ്പോ കിട്ടില്ല, അപ്പൊ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് സാമാൻ എന്നാണ്, സാധനങ്ങൾ എന്നർത്ഥം. വസ്തുക്കള് അല്ലെങ്കിൽ സാധനങ്ങള്, അതിനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്താ പറയാ തിങ്സ്. സാധനങ്ങൾ എന്ന് പറയും, സാമാനങ്ങള്. घरों में खाने पीने का जितना सामान था, धीरे धीरे, धीरे धीरे मीन्स स्लोली, धीरे
slowly. धीरे धीरे, slowly. धीरे धीरे खत्म होने लगा. धीरे धीरे ना स्लोली ना सावधानത്തിൽ കേട്ടോ. खत्म होना, to finish. खत्म होना അവസാനിക്കുക. खत्म എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. खत्म होना, to finish, അവസാനിക്കുക. end. पानी की बड़ी दिक्कत, बड़ी ना വലിയ എന്നർത്ഥം, big. दिक्कत, दिक्कत एदिको, दिक्कत. दिक्कत मीन्स difficult, बुद्धिमुട്ട്, प्रयासम, दिक्कत. दिक्कत प्रयासम അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട്. लोग बड़ी सावधानी से, सावधानी मीन्स केयरफुल, सावधानी केयरफुल. ശ്രദ്ധ, വളരെ ശ്രദ്ധയോടെ. ശ്രദ്ധയോടെ, सावधानी, केयरफुल. बड़ी सावधानी से, आहिस्ता आहिस्ता उस पानी को पी रहे थे. आहिस्ता, स्लोली. आहिस्ता എന്ന് പറഞ്ഞാൽ സ്ലോലി. ആഹിസ്ത, സ്ലോലി, സാവധാനത്തിൽ എന്നർത്ഥം. ധീരനർത്ഥം. ആഹിസ്ത, സ്ലോലി, സാവധാനത്തിൽ. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പറയില്ല. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട്. ഇവിടെ പുറത്ത് പറഞ്ഞത് ആഹിസ്ത. ആഹിസ്ത എന്ന് പറഞ്ഞാൽ സ്ലോലി, സാവധാനം. आहिस्ता आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार, आखिरकार, at last, आखिरकार, at last, അവസാനം, आखिरकार, at last, ഏറ്റവും അവസാനം. आखिरकार, അവസാനം. वे गड्ढे भी काली हो गई. गड्ढ എന്ന് പറഞ്ഞാൽ കുടം. ഗഡ, കുടം, പോട്ട്, പോട്ട്, കുടം. वे गड्ढे भी खाली हो गई. खाली എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ, empty. खाली, empty, ഒഴിഞ്ഞ. खाली हो गई. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय करते रहे. भूखे, भूख मीन्स हंग्री, विशപ്പ്. भूख, हंग्री, विशപ്പ്. प्यास, ടേസ്റ്റി, ദാഹം,
പ്യാസ് ദാഹം, ടേസ്റ്റി. भूखे प्यासे समय काटतर है, काटना टू स्पेंड, ടു സ്പെൻഡ് കാട്ടിന ചിലവഴിക്കുക, കാട്ടിന ചിലവഴിക്കുക. കാട്ടിന കട്ട് എന്നുള്ള അർത്ഥമുണ്ട്, കട്ട് മുറിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. കാട്ടിന ടു കട്ട് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ മുറിക്കുക എന്നല്ല, സ്പെൻഡ് ആണ്, ചെലവഴിക്കാണ്, സമയം ചെലവഴിക്കുക, സമയം കാണുക, സ്പെൻഡ് ദ ടൈം. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे, लेकिन जब प्यास बर्दाश्त, बर्दाश्त मीन्स बियर, സഹിക്കുക, ബർദസ്ത് സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ അർത്ഥം. ബർദസ്ത് ടു ബിയർ. बर्दाश्त क्षमिका नहीं सहिका नहीं. तो परेशान लोगों ने, परेशान अस्वस्थता, निराशा, डेस्पयर അല്ലെങ്കിൽ ഓപ്ലെസ് അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്, പരേശാൻ അസ്വസ്ഥത നിരാശ ഒക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഏതും കേട്ടോ. പരേശാൻ അസ്വസ്ഥതാവുക, നിരാശനാവുക ഒക്കെ പറയാം. പ്യാസ് നമ്മൾ പറയില്ലേ, ദാഹം. പ്യാസിന്റെ അർത്ഥം നമ്മൾ പറയല്ലേ, ദാഹം, ടേസ്റ്റി. प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाजा, बर्दाश्त ना सहिका, बर्दाश्त सहिकुआ. परेशान लोगों ने गली का दरवाजा गोल दिया, गोलना टू ओपन, गोलना टू ओपन, തുറക്കുക, गोलना തുറക്കുക. गोलना തുറക്കുക, ഓപ്പൺ. गोल दिया തുറന്നു നടത്തുക, ഓപ്പൺഡ്. वे पानी की तलाश, तलाश मीन्स सर्च, तलाश, സെർച്ച്, എൻക്വയറി ഒക്കെ അർത്ഥം. അന്വേഷണം, തലാഷ്, അന്വേഷണം. तलाश में बर्तन लेकर निकल पड़े. बर्तन मीन्स വെസൽ, ബർത്തൻ വെസൽ അതായത് എന്താ പറയാ, പാത്രം. ബർത്തൻ പാത്രം. ലേക്കർ എന്ന് പറഞ്ഞാൽ ടേക്ക്, എടുത്തിട്ട്, ലേക്കർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്. ബർത്തൻ ലേക്കർ പാത്രം എടുത്തിട്ട്. നിക്കൽ പടേ, നിക്കൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക, ടു സ്റ്റാർട്ട്.
लेकिन पानी तो दूर दूर तक वही नहीं था। शोरा, शोरा मीन സാൾട്ട് പെച്ചർ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്. വെടിയുപ്പ്. ശോര എന്ന് പറഞ്ഞാൽ സാൾട്ട് പെച്ചർ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ വെടിയുപ്പ്. മലയാളത്തിൽ വെടിയുപ്പ് എന്ന് പറയും. അതാണ് ശോര. ശോര, വെടിയുപ്പ്. ബാരൂദ് എന്ന് പറഞ്ഞാൽ ഗൺ പൗഡർ, വെടിമരുന്ന്. വെടിവെപ്പല്ല, വെടിമരുന്ന്. ഗൺ പൗഡർ, ബാരൂദ്. ബാരൂദ്, വെടിമരുന്ന്. ശോര, വെടിയുപ്പ്. ബാരൂദ്, വെടിമരുന്ന്. गन पाउडर. बारूद बनाने के काम में आता है. काम में आना, टू यूज. काम में आना, टू यूज. ഉപയോഗിക്കുക. ബനാന എന്ന് പറഞ്ഞാൽ ടു മേക്ക് എന്നർത്ഥം, ഉണ്ടാക്കുക. ബനാന ഉണ്ടാക്കുക. കാമുമേം ആന എന്ന് എഴുതിക്കോ. കാമുമേം ആന, ഉപയോഗിക്കുക. കാമുമേം ആന, ഉപയോഗിക്കുക. ബനാന പറഞ്ഞാ അതല്ല, പഴല്ല കേട്ടോ. ആരെ കാണിച്ചത്? ആദിത്യദേവ്. ഇംഗ്ലീഷില് ബനാന. ഇംഗ്ലീഷില് ബനാന എന്നുള്ളതാണ് പഴം. ഹിന്ദിയില് പഴത്തിന് എന്താ പറയാ? കേല എന്നാ പറയാ. കേല, കേല എന്നാണ് പഴം. മനസ്സിലായല്ലോ? ബനാന പറഞ്ഞാ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. ഹിന്ദിയില് ബനാന എന്നുള്ള വാക്കിന് ഉണ്ടാക്കുക. അപ്പൊ നോക്കാം. ചോര ബാരൂദ് ബനാനയ്ക്ക് കാമ്യം ആത്ത ഹെ, ഇവിടെ ഉണ്ടാക്കാനാണ്. उसी शोरे का पानी जब आसपास से, और इसमें आसपास, ആസ്പാസ് നമ്മൾ പഠിച്ചിരിക്കുന്ന തോന്നുന്നുണ്ട് അല്ലേ? സറൗണ്ട്സ്, ചുറ്റുഭാഗത്ത്, സമീപത്ത്, നിയർ ഒക്കെ പറയാം. അടുത്ത്, അതാണ് ആസ്പാസ്. തൊട്ടടുത്ത്, സമീപത്ത്, അടുത്ത്, നിയർ, സറൗണ്ട്സ്. नियर बाय. यस, वेरी गुड. आसपास मिला तो गली वाले उस पानी को घरों में ले आए. वैसे जहरीले पानी को, जहरीला എന്ന് പറഞ്ഞാൽ പോയിസണസ്, വിഷമുള്ള. ജഹീരീല എന്ന് പറഞ്ഞാൽ വിഷമുള്ള. ജഹീരീല, വിഷമുള്ള. പേജ് നമ്പർ 31. പേജ് നമ്പർ 31. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. बुझाना, टू एक्सटिंग्विश. बुझाना, एक्सटिंग्विश. ശമിപ്പിക്കുക. എക്സ്റ്റിംഗ്വിഷ് ദ തേസ്റ്റി. ദാഹം ശമിപ്പിക്കുക, ദാഹം അകറ്റുക. ബുച്ചാന, ശമിപ്പിക്കുക, എക്സ്റ്റിംഗ്വിഷ്. वह पानी इतना कड़वा. പീക്കർ എന്നെ കുടിച്ചിട്ട് പീന കുടിക്ക. പീക്കർ കുടിച്ചിട്ട്. ഇतना കടുവ. കടുവ മീൻസ് ബിറ്റർ.
കയ്പ്, കടുവ, കയ്പ്, bitter, और बदबूदार था. बदबूदार എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ല്. ബദബൂദാർ, ബാഡ് സ്മെല്ല്, ദുർഗന്ധം. അതിന്റെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും അറിയാം? ബദബൂദാറിന്റെ ഹിന്ദി ഓപ്പോസിറ്റ് ആർക്കെങ്കിലും അറിയാം? അറിയുന്നവരൊന്ന് എഴുതിക്കാണ്. അല്ല, അത് ഇംഗ്ലീഷ് അല്ലേ? ഗുഡ് സ്മെല്ല്, സ്മീൽ എഴുതിക്കണം കേട്ടോ. ഒരു ഈ എയർ അയക്കണം. സുഗന്ധ്, ഓക്കെ, സുഗന്ധ് എന്ന് പറയും. അതല്ലാതെ വേറൊരു വാക്കുണ്ട് ഈ ബദബൂദാറിന്റെ. അത് സുഗന്ധ് പറയുമ്പോ ദുർഗന്ധ് എന്ന് പറയും. സുഗന്ധിന്റെ ഓപ്പോസിറ്റ് ദുർഗന്ധ് എന്നാണ്. യെസ്, ഖുഷ്ബു, വെരി ഗുഡ്. ഖുഷ്ബു സുഗന്ധം, ബദബു ദുർഗന്ധം. അപ്പൊ ഖുഷ്ബുദാറ്, ബദബൂദാറ്, മനസ്സിലായല്ലോ? ബദബൂദാറിന്റെ ഓപ്പോസിറ്റ് ഖുഷ്ബുദാർ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ബാഡ് സ്മെല്ല്, ഗുഡ് സ്മെല്ല്. അപ്പൊ ഇവിടെ ബാഡ് സ്മെല്ലാണ്, ബദബൂദാറാണ്, ചീത്ത വാസന, ദുർഗന്ധം എന്നൊക്കെ അർത്ഥം. ലഗാ ജैसे पानी नहीं മൗത്ത് പീ രഹേ ഹോ. മൗത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത്, മൗത്ത്, ഡെത്ത്, മരണം. മൗത്ത്, മരണം, ഡെത്ത്. ഓക്കെ, അത്രയും മതി. നോക്കാം, തുടങ്ങാം. നമ്മള് ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ. രണ്ടാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം കുറച്ചൊരു വലിപ്പമുള്ള പാഠമാണ്, കുറച്ചൊരു വലിയ പാഠമാണ്. സിമ്പിളാണ്, പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. ഡയറി എന്നാണ് ഉള്ളൂ. മിർസ ഗാലിബാണ് ഇത് എഴുതിയിട്ടുള്ള ആള്, മിർസ ഗാലിബ്. ഇതിന്റെ ട്രാൻസ്ലേറ്റർ, എന്റെ അനുവാദക്, തർജ്ജമ ചെയ്ത ആള് ഡോക്ടർ കൈലാസ് നാരദാണ്. അപ്പൊ മിർസ ഗാലിബ് അയാളുടെ അനുഭവങ്ങൾ പറയാണ്. ജിസ് ഗലീമേ മേ രഹ്താഹും. കണ്ടോ, എന്റെ ഹെഡിങ് അതാണ്. ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, മേം രഹ്താഹൂം, അല്ലെ? മേം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അവസാനം താഹൂം. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതിലെ? ഓർമ്മ ഉണ്ടല്ലോ? ഇത് ഏതാ ടെൻസ് എന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലെങ്കിൽ? മേം സബ്ജക്റ്റ് ആയി വരുമ്പോ അവസാനം താഹൂം. വിച്ച് സബ്ജക്റ്റ് അല്ല, വിച്ച് ടെൻസ്? ഏതാണത് കാലം? താഹൂം താൽക്കാലികാണ്. ആരതി അല്ല, നോക്ക, ആരതി പത്മ. ആദ്യത്തെ പ്രസന്റ്. പ്രസന്റിൽ ഏതാ? സാമാന്യ. യെസ്, വെരി ഗുഡ്. പത്മാസിനെതി എന്താണ്? സാമാന്യ. യെസ്. ജിസൈനെതി സാമാന്യ വർത്തമാനകാൽ, അല്ലേ? അത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്, അതാണ് സാമാന്യ വർത്തമാനകാലം. താഹൂം, അല്ലേ? മേം വരുമ്പോഴാണ് താഹൂം എന്ന് വരാം. താഹയുടെ വിവിധ രൂപങ്ങൾ ചേർക്കണം. നമ്മൾ പഠിച്ചല്ലേ? നമ്മൾ വളരെ വിശാലമായിട്ട് വിശദമായിട്ട് പഠിച്ചാണ്. താഹയുടെ വിവിധ രൂപങ്ങൾ ചേർക്കണം. ഏതിനോട് കൂടി? ക്രിയാ ധാതുവിനോട് കൂടി, അല്ലേ? റൂട്ട് ഓഫ് വെർബിനോട് കൂടി നമ്മൾ താഹയുടെ വ്യത്യസ്ത രൂപങ്ങൾ ചേർക്കണം. ഏതനുസരിച്ച്? സബ്ജക്റ്റ് അനുസരിച്ച്, അല്ലേ? ഇവിടെ സബ്ജക്റ്റ് ഏതാ? മേം, ഞാന്, അതായത് മിർസ ഗാലിബ്. മനസ്സിലാ? ലിംഗവചനം, സബ്ജക്റ്റിന്റെ ലിംഗവചനം അനുസരിച്ച്, അല്ലെ? നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയാധാതുവിനോട് കൂടി എന്ത് ചേർക്കണം? താഹയുടെ വിവിധ രൂപങ്ങൾ ചേർക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ ചേർത്താൽ എന്ത് കിട്ടി? സിമ്പിൾ പ്രസന്റ്, അല്ലെങ്കിൽ സാമാന്യ വർത്തമാനകാൽ, അല്ലേ? സാമാന്യ വർത്തമാനകാലം സാധാരണ. അതാണ് മേം രഹിതാഹും. രഹിന എന്നാണ് ക്രിയ. അതിന്റെ ക്രിയാധാതു രഹ്. രഹിന എന്നതിന്റെ ക്രിയാധാതു റൂട്ട് ഓഫ് വെർബ് രഹ്. അതിനോട് കൂടി താഹുവും ചേർത്തു. എന്തുകൊണ്ടാ താഹു എന്ന്? മേം സബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ?
ഓക്കെ, ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളെ മറക്കാതിരിക്കുള്ളൂ അല്ലേ. രേഖ അംഗ്രേസ് നീ നോക്ക. അപ്പൊ ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നു എന്നാണ് ഹെഡിങ്. ബാക്കി അവിടെ ഡോട്ട് ഇട്ട് പറഞ്ഞിട്ടില്ല. അംഗ്രേസോംനെ ഇംഗ്ലീഷുകാര്, അംഗ്രേസോംനെ ബ്രിട്ടീഷുകാര്, ദില്ലി മേം ആത്തെ ഹി ഡൽഹിയിൽ വന്ന ഉടനെ തന്നെ, ആത്തെ ഹി എന്ന വന്ന ഉടനെ തന്നെ, കഹാം ദില്ലി മേം, कौन अंग्रेजों ने, अंग्रेजों ने दिल्ली में आते ही, ഇംഗ്ലീഷുകാർ ഡൽഹിയിൽ വന്ന ഉടനെ തന്നെ സീദേ സാദേ, സീദേ സാദേ നിഷ്കളങ്കരായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, ലോകം കോ മാർന ശുരു കർ ദിയ, ജനങ്ങളെ കൊല്ലാൻ ആരംഭിച്ചു. ഇംഗ്ലീഷുകാര് ഡൽഹിയിൽ വന്ന ഉടനെ തന്നെ നിഷ്കളങ്കരായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള, ലോകം കോ ആളുകളെ, മാർന ശുരു കർ ദിയ, മാർന ശുരു കർ ദിയ കൊല്ലാൻ ആരംഭിച്ചു. कौन मारना, किसने मारना शुरू कर दिया, किसने मारना शुरू कर दिया, ആരാണ് കൊല്ലാൻ ആരംഭിച്ചത്? അംഗ്രേസോംനെ. യെസ്, അനന്യ എഴുതി അല്ലേ, മയൂക്ക എഴുതി. അംഗ്രേസോംനെ, അംഗ്രേസോംനെ ഇംഗ്ലീഷുകാരാണ് എന്ത് മാർന ശുരു കർ ദിയ, കൊല്ലാൻ ആരംഭിച്ചത്. കിസ്കോ മാർന ശുരു കർ ദിയ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, കിസ്കോ മാർന ശുരു കർ ദിയ, കിസ്കോ മാർന ശുരു കർ ദിയ. सीधे साधे लोगों को, वेरी गुड अनन्य വീണ്ടും എഴുതി. सीधे साधे लोगों को मारना शुरू कर दिया. കണ്ടോ, നമ്മൾ ആ ചോദ്യമാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു കിസ്നെ എന്നാണ്. കിസ്നെ എന്ന് പറഞ്ഞാൽ ആര് എന്നർത്ഥം. കിസ്കോ ആരെ, കണ്ടോ അല്ലെ, ആരെ അല്ലെങ്കിൽ ആർക്ക് എന്നൊക്കെ അർത്ഥം. കിസ്കോ ആരെ, ആർക്ക്, ഏതിന്, ഏതിന് എന്നർത്ഥമുണ്ട് കിസ്കോക്കെ. നാലർത്ഥമുണ്ട്. ആരെ, ആർക്ക്, ഏതിന്, ഏതിന്. മനസ്സിലാ? അപ്പൊ ഇവിടെ ആര്, ആർക്ക്, ആരെ. അപ്പൊ ഇവിടെ കണ്ടോ ആരാണ്, ആരാണ് കൊല്ലാൻ ആരംഭിച്ചത്? സീതേ സാദേ ലോഗോ കോ മാർന ശുരു കർ ദിയ. നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലാൻ ആരംഭിച്ചു. ഉനോനെ, ഉനോനെ അവർ, വേ പ്ലസ് നെ, വേ പ്ലസ് നെ, വേ എന്ന സർവനാമത്തോടു കൂടി നെ പ്രത്യയം ചേർന്നപ്പ ഉനോനെ ഉണ്ടോ അല്ലേ, ഉനോനെ. ഖദീജാമീർ എഴുതി അതന്നെ, വേ പ്ലസ് നെ, ഉനോനെ. വേനോട് ഏത് പ്രത്യയം ചേർന്നാലും ഉൻ എന്നായി മാറും. മനസ്സിലാണ്ടോ? വേ എന്നുള്ള സർവനാമത്തോടു കൂടി ഏത് പ്രത്യയം ചേർന്നാലും ഉൻ എന്നായി മാറും. അപ്പൊ വേ പ്ലസ് കാ, ഉൻ കാ. വേ പ്ലസ് കെ, ഉൻ കെ. വേ പ്ലസ് കി, ഉൻ കി. വേ പ്ലസ് സെ, ഉൻ സെ. വേ പ്ലസ് മേം, ഉൻ മേം. വേ പ്ലസ് पर, उन पर. വേ പ്ലസ് കോ, ഉനേം. വേ പ്ലസ് കോ, ഉനേം. ഉൻകോ എന്നും പറയാം. ഉനേം എന്നായിരിക്കും അധികം പുസ്തകത്തിലൊക്കെ ഉണ്ടായാലും അധികം ഉനേം. വേ പ്ലസ് നെ വരുമ്പോ ചെറിയൊരു വ്യത്യാസം, ഓം കൂടി ചേരും. ഉനോനെ. വേ പ്ലസ് നെ, ഉനോനെ. ക്ലിയർ ആയല്ലോ? സർവനാമൊക്കെ ശരിക്കും പഠിച്ചോക്കണോ? ഉനോനെ ഗരീബം കെ ജർ ബി ജലാ ദിയ, ഗർ ബി ജലാ ദിയ. ഉനോനെ അവർ, കിനോനെ, കിനോനെ, കിനോനെ. ഉനോനെ അവർ, കിനോനെ. ഗരീബോം കെ ഘർ ജലാ ദിയ. അംഗ്രേസോം ने. യെസ്, വെരി ഗുഡ് അല്ലേ മയൂക്ക, വെരി ഗുഡ്. ഓക്കെ, ഫാത്തിമ സിന എന്താണ്? ഓക്കെ, റിനു വെരി ഗുഡ്. അപ്പൊ അംഗ്രേസോം ने അല്ലേ, ഉനോനെ പറഞ്ഞ അവരുന്ന. എന്റെ ചോദ്യം ഇതായിരുന്നു, കിനോനെ.
ആര്, ഉനോനെ അവര്, കിനോനെ ആര്, കിസ്നെ എന്ന് പറയുന്ന പറയില്ലേ, കിസ്നെ എന്നാലും ആര്. ഇത് ബഹുവചന ആയതുകൊണ്ടാണ് അവർ എന്നുള്ളത്. ബ്രിട്ടീഷര് അവർ. അപ്പൊ അതുകൊണ്ട് കിനോനെ ഏവർ അല്ലെ, കിനോനെ. എന്റെ ചോദ്യം തരും, കിനോനെ ഏവർ. അപ്പൊ നിങ്ങൾ പറയണം അംഗ്രേസോംനെ. അപ്പൊ ഉനോനെ ഗരീബോം കാ ഘർ ഭി ജലാ ദിയ, അവര് പാവങ്ങളുടെ വീടും കത്തിച്ചു. ഈ ഇംഗ്ലീഷുകാര്, ഈ ബ്രിട്ടീഷുകാര് ഇവിടെ വന്നിട്ട് ഒരുപാട് മനുഷ്യരെ കൊന്നു കളഞ്ഞു. അതേപോലെ അവരുടെ വീടുകളും ചുട്ടരിച്ചു അല്ലേ, ജലാദിയ കത്തിച്ചു കളഞ്ഞു. ഗോരം കെ ഡർസേ, ഗോരം കെ ഡർസേ, പാവങ്ങളെ പേടിച്ചിട്ട്, സോറി വെള്ളക്കാരെ പേടിച്ചിട്ട്. ഗോരം കെ ഡർസേ, വെള്ളക്കാരെ പേടിച്ചിട്ട്. ദില്ലി വാലോമെ ഭഗ്ദഡ് മച്ച് ഗയി, ഡൽഹിക്കാര് പേടിച്ചോടിപ്പോയി. ഈ ബ്രിട്ടീഷുകാരെ, ഈ വെള്ളക്കാരെ പേടിച്ചിട്ട്, ഇംഗ്ലീഷുകാരെ പേടിച്ചിട്ട് ഒരുപാട് ജനങ്ങള് ഡൽഹിയിലുള്ളവര് പേടിച്ചോടുകയും ഭഗ്ദഡ് മച്ച് ഗയി, പേടിച്ചോടിപ്പോയി. അപ്പിനി അപ്പിനി ജാൻ ബച്ചാക്കർ, അവരവരുടെ, അപ്പിനി എന്ന തന്റെ, ഓരോരുത്തരും അവരുടെ എന്നർത്ഥം, ജിയർ അല്ലെ, അവരുടെ, ഓരോരുത്തരും അവരുടെ ജാൻ ബച്ചാക്കർ, ജീവൻ രക്ഷിച്ചിട്ട് ബാഗ് നിക്കല് ഓടിപ്പോയി. ഓരോ വ്യക്തികളും അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് ഓടിപ്പോയി. അപ്പൊ കുറച്ചാളുകളെ കൊന്നു, പിന്നെ ചില ആളുകളെ വീട് ചുടാൻ വന്നു, അപ്പൊ അവരെ വീടിന്ന് ഇറങ്ങി ഓടിപ്പോയി. അതെന്നെ പറഞ്ഞു, ഡൽഹിയിലുള്ള കുറെ ആളുകള് പേടിച്ച് ഓടിപ്പോയി. ഓക്കെ, ഒന്നുകൂടി ആ പേരൊക്കെ നോക്കണം. അംഗ്രേസോനെ ദില്ലി മേ ആത്തെ ഹി, ഇംഗ്ലീഷുകാർ ഡൽഹിയിൽ വന്ന ഉടനെ തന്നെ സീതേ സാദേ ലോഗോं को मारना शुरू कर दिया, പാവപ്പെട്ട ജനങ്ങളെ, അല്ലെങ്കിൽ നിഷ്കളങ്കരായ ജനങ്ങളെ, അല്ലെങ്കിൽ നിരപരാധികളായ ജനങ്ങളെ മാർന ശുരു കർ ദിയ, കൊല്ലാൻ ആരംഭിച്ചു. ഉനോനെ ഗരീബോം കെ ഘർ ഭി ജലാ ദിയ, അവര് പാവങ്ങളുടെ വീടും കത്തിച്ചു. ഇംഗ്ലീഷുകാര് പാവങ്ങളുടെ വീടും കത്തിച്ചു. ഗോരം കെ ഡർസെ, വെള്ളക്കാരെ ഭയന്നിട്ട്, വെള്ളക്കാരെ പേടിച്ചിട്ട്. ദില്ലി വാലോമേൻ, ഡൽഹിക്കാര് ഭഗ്ദഡ് മച്ച് ഗയി, പേടിച്ചോടിപ്പോയി. ഭഗ്ദഡ് മച്ച് ഗയി, പേടിച്ചോടിപ്പോയി. അപ്പിനി അപ്പിനി ജാൻ ബച്ചാക്കർ, അവരവരുടെ ജീവൻ രക്ഷിച്ച്, അവരവരുടെ ജീവൻ രക്ഷിച്ചിട്ട് വേ ഭാഗ് നിക്കല്, അവര് ഓടിപ്പോയി. മനസ്സിലാ, ഓരോരുത്തരും അവരവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. ജിസ് ഗലി മേ മേ രഹ്താ ഹൂം, എന്നിട്ട് മിർസ ഗാലിബ് പറയണേ, മിർസ ഗാലിബ് പറയണേ, ജിസ് ഗലി മേ മേ രഹ്താ ഹൂം, ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, ജിസ് ഗലി മേ മേ രഹ്താ ഹൂം, ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, ഉസ്മേ അദിൽ, ഉസ്മേ വഹ് പ്ലസ് മേ, വഹ് പ്ലസ് മേ, ഉസ്മേ. വഹി എന്ന സർവനാമത്തോട് ഏത് പ്രത്യയം ചേർന്നാലും ഉസ് എന്നായി മാറും. നിങ്ങളെ ഓർമ്മയിൽ നിൽക്കണം കേട്ടോ, അതിനാണ് ഞാൻ അങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്. ഉസ് എന്ന് കണ്ടാൽ, പരീക്ഷയ്ക്ക് സർവനാമം ചോദിച്ചാല് വഹ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഉസ് എന്ന് കണ്ടാൽ വഹ്, ഉന്നി എന്ന് കണ്ടാ വേ. സർവനാമം മാത്രമേ അധികം ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. എന്നിട്ട് ബ്രാക്കറ്റ് ചിലപ്പോ തരും. ഉസ്ക, ഉസ്കാമേ നിഹിത് സർവനാം കോൻസാ എന്ന് ചോദിക്കും. ഉസ്ക എന്നതിൽ അടങ്ങിയിട്ടുള്ള സർവനാം ഏതാ, അല്ലെങ്കിൽ ഉസ്മേൻ നിഹിത് സർവനാം കോൻസാ, ഉസ്മയിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണ്? അപ്പൊ സർവനാമം ഏതാ? വഹ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഉസ് കണ്ടാൽ സർവനാമം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വഹ് എന്നാണ്. ക്ലിയർ ആയല്ലോ? ഡോണ്ട് ഫോർഗെറ്റ്. ഗലീമേ ഗുസ്നെ കാ, അപ്പൊ ജിസ് ഗലീമേ മേ രഹ്താ ഹൂം, ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, ഉസ്മേൻ അതിൽ സിർഫ് 10-12 ഗർത്തെ, 10-12 വീടുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തെരുവില്, ആ സ്ട്രീറ്റില് ഒരു 10-12 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ.
ആര് താമസിക്കുന്ന മിർസ ഗാലിബ് താമസിക്കുന്ന ആ സ്ട്രീറ്റില് ആ തെരുവില് എന്താണ് ഒരു 12 വീടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഗലീമേം തെരുവില് ഗുസ്നേക്ക സിർഫ് എക് ഹി രാസ്ത ഗുസ്നേക്ക കടക്കാന് ആ തെരുവിലേക്ക് കടക്കാന് എക് ഹി രാസ്ത ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. ആ തെരുവിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി മാത്രം, സിർഫ് മാത്രം. ഗുസ്നേക്ക സിർഫ് കടക്കാൻ എക് ഹി രാസ്ത ഒരൊറ്റ വഴി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് ഈ മിർസ ഗാലിബ് താമസിക്കുന്ന തെരുവിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി മാത്രമേ, പല വഴിയിലൂടെയും വരാൻ പറ്റൂല. വഹാം അവിടെ കോയും കുവാനെയ്ത്ത ഒരൊറ്റ കിണറും ഇല്ലായിരുന്നു. ആ തെരുവില് കിണററ്റൊന്നുമില്ല. കോയി കുവാ നെഹീംത കിണറില്ലായിരുന്നു. ജോ ലോഗ് ബാഗ് നെഹീം പായ ആർക്കാണോ ഓടിപ്പോവാൻ സാധിക്കാത്തത്, ജോ ലോഗ് ഏതൊരു ജനങ്ങൾക്കാണോ ഭാഗ് നെഹീം പായെ ഓടിപ്പോവാൻ പറ്റാത്തത് എനിക്ക് സാധിക്കാത്തത്, ഉൻ സബിനെ മിൽക്കർ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗലീക്ക ദർവാസ ഭീത്തർ സെ ബന്ദ് കർ ദിയ ആ തെരുവിന്റെ വാതിലുണ്ടല്ലോ, ആ തെരുവിന്റെ കവാടം അവരെന്ത് ചെയ്തു, ഉള്ളിൽ നിന്നിട്ട് അടച്ചു കളഞ്ഞു. ആ കവാടം അല്ലെങ്കിൽ ആ വാതില് അങ്ങോട്ട് കടക്കാം ഒരൊറ്റ വഴിയുള്ളൂ പറഞ്ഞു. അവിടെ വലിയൊരു ഡോറ്, വലിയൊരു കവാടം അതാണ്ട് അടച്ചു കളഞ്ഞു. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞു ക്ലാസ്സിലേക്ക് പോകാനായല്ലോ, ഇപ്പൊ കഴിഞ്ഞു. ഒരു ഈ പാരാഗ്രാഫ് കൂടി എടുത്തിട്ട് പിന്നെ അടുത്ത പാരാഗ്രാഫ് ഇപ്പൊ എടുക്കണില്ല, സമയം നമ്മളെ 10 മണിയായല്ലോ, നമ്മളെ സമയം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തുക. നമ്മള് നോക്കാം. ബാഗ്നെഹിം പായ ഉൻ സബിനെ മിൽക്കർ അവരെല്ലാം കൂടി ചേർന്നിട്ട് ഗലീക്ക ദർവാസ ഭീത്തർ സെ ബന്ദ് കർ ദിയ ഈ തെരുവിന്റെ വാതില് ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്തു, അടച്ചു. और वहां पत्थर रख दिया എന്നിട്ട് അവിടെ ഒരു കല്ല്, വലിയൊരു കല്ലും വെച്ചു. അവിടുന്ന് ഒരു തള്ളിയാ പോരാത്ത ഒരു കല്ലും വെച്ചു. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് ഇംഗ്ലീഷുകാർ അതിന്റെ ഉള്ളിലേക്ക് വരൂല, കാരണം ആകെ ഒരൊറ്റ വഴിയുള്ളൂ. ആ വഴി ഇവര് എന്ത് ചെയ്തു, വലിയ ഡോറൊക്കെ വെച്ചിട്ട് അവരടിച്ചു. അതിന്റെ മേലെ വലിയൊരു പാറക്കല്ല് കൊണ്ടേക്കണ്ട് അത് ഇട്ടു. മനസ്സിലായോ? ആ പേരൊക്കെ ഒന്നുകൂടി നോക്കിയാണ്. ജിസ് ഗലീമേ മേരത്തഹും ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, ഉസ്മേം അതിൽ സിർഫ് 10-12 ഘർത്തെ 10-12 വീടുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ താമസിക്കുന്ന തെരുവിൽ. മിർസ ഗാലിബ് ഗലീമേ ഗുസ്നേക്ക സിർഫ് എക് ഹി രാസ്ത ആ തെരുവിൽ പ്രവേശിക്കാൻ ഒരേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. വഹാം കോയി കുവാം നെയ്ത്ത അവിടെ ഒരൊറ്റ കിണർ പോലും ഇല്ലായിരുന്നു. ജോ ലോഗ് ഭാഗ് നെഹിം പായെ ആർക്കാണോ ഓടിപ്പോവാൻ സാധിക്കാത്തത്, ഉൻ സബിനെ മിൽക്കർ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗലീക്ക ദർവാസ ഭീത്തർ സെ ബന്ദ് കർ ദിയ ആ തെരുവിന്റെ വാതില് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു, ഉള്ളിൽ നിന്ന് പൂട്ടി അടച്ചു. അവർ വഹാം പത്രക്ക് എന്നിട്ട് അവിടെ വലിയൊരു കല്ല് വെച്ചു. നമ്മൾ ഏതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ലെ, ഇവിടെ ഒരു വലിയ കല്ലും വെച്ചു. ഓക്കെ, ക്ലിയർ ആയില്ല? ഒന്ന് വായിച്ചു നോക്കാൻ. എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ. ബാക്കി നമുക്ക് അടുത്ത പേരാ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.